വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫുൾ മാർക്ക് എങ്ങനെ ഉറപ്പിക്കാം നമുക്ക് നോക്കാം. റെഡി? സോ മക്കളെ, അതിന് നമുക്ക് നെയിം റിയാക്ഷൻസിൽ പഠിക്കാനുള്ള ആദ്യത്തെ റിയാക്ഷൻ സ്വാട്സ് റിയാക്ഷൻ ആണ്. എന്താ സ്വാട്സ് റിയാക്ഷൻ? ഒന്നുമില്ല, ക്ലോറൈഡ് ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡിനെ ഫ്ലൂറോ ഗ്രൂപ്പ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാനുള്ള റിയാക്ഷൻ ആണ് സ്വാട്സ് റിയാക്ഷൻ, വിച്ച് ഈസ് എ ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ CH3Cl ഉണ്ടെന്ന് വിചാരിക്കാം, മീഥൈൽ ക്ലോറൈഡ്. സ്വാട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ AgFുമായിട്ട് മെറ്റൽ ഫ്ലൂറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. AgF SbF3 ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ക്ലോറോ ഗ്രൂപ്പിന് പകരം ഫ്ലൂറോ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യപ്പെടും. ആ റിയാക്ഷൻ്റെ പേരാ സ്വാട്സ്. മീഥൈലിന് വരെ ഈഥൈലും പ്രൊപ്പൈലും ഏത് ഗ്രൂപ്പും ആവാം. ഇവിടെ സംഭവിച്ചത് ക്ലോറിന് പകരം ഫ്ലൂറിൻ വന്നു. ഇറ്റ് ഈസ് കോൾഡ് ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ക്ലോറോ ബ്രോമോ ഗ്രൂപ്പിനെ ഫ്ലൂറോ ഗ്രൂപ്പ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാനുള്ള റിയാക്ഷനാണ് സ്വാട്സ് റിയാക്ഷൻ. സിമിലർലി ക്ലോറോ ബ്രോമോ ഗ്രൂപ്പിനെ അയഡോ ഗ്രൂപ്പ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാനുള്ള റിയാക്ഷനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. എന്ത് റിയാക്ഷനാണ്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഓക്കെ, യെസ്. സോ അങ്ങനെയാണ് എന്താ മക്കളെ വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ആലൈഡ് മോളിക്യൂൾസിൻ്റെ ആൽക്കൈൽ പാർട്ടുകൾ ജോയിൻ ചെയ്യപ്പെടുന്നു on reaction with sodium in dry ether to form a higher alkane. That is called Woods reaction. So നമുക്ക് മീഥൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് വുഡ്സ് റിയാക്ഷൻ ഒന്ന് എഴുതിയാലോ? മീഥൈൽ ക്ലോറൈഡിൻ്റെ വുഡ്സ് റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? മീഥൈൽ ക്ലോറൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്നു. മീഥൈൽ ക്ലോറൈഡിൻ്റെ 2 മോളിക്യൂൾസിൻ്റെ മീഥൈൽ പാർട്ട് ജോയിൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം അതിൻ്റെ ട്രിക്ക് ഇങ്ങനെയാണ്. പ്രോഡക്റ്റ് എഴുതാനുള്ള എളുപ്പ വഴിയാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ഭാഗം എടുത്ത് അങ്ങ് കളഞ്ഞേക്കുക. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ മീഥൈൽ പാർട്ടായിട്ട് ജോയിൻ ചെയ്യും. ഇതും മീഥൈൽ ക്ലോറൈഡ്, ഇതും മീഥൈൽ ക്ലോറൈഡ്. ഒരു മീഥൈൽ ക്ലോറൈഡ് ഇങ്ങനെ എഴുതി, മറ്റേ തല തിരിച്ചെഴുതി. എന്നിട്ട് 2NaCl ആണ് ബൈ പ്രോഡക്റ്റ്. അതിനെടുത്ത് അങ്ങ് ഒഴിവാക്കിയാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ മീഥൈൽ പാർട്ടായിട്ട് ജോയിൻ ചെയ്യും. സോ ദ പ്രോഡക്റ്റ് CH3 സിംഗിൾ ബോണ്ട് CH3, അതിൻ്റെ പേരാണ് ഈഥെയ്ൻ. റെഡിയാണ്? ഇതേപോലെ ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുമ്പം ആരാ ജോയിൻ? അരൈൽ ഹാലൈഡിൻ്റെ റിയാക്ഷനാണ്. അരൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഉദാഹരണം ക്ലോറോബെൻസീൻ എടുക്കാം, അതൊരു അരൈൽ ഹാലൈഡാണ്. സോ ക്ലോറോബെൻസീൻ്റെ 2 മോളിക്യൂൾസ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ഈഥർ മീഡിയം. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുന്ന പ്രോഡക്റ്റ് പറഞ്ഞേ? ആ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഇതേപോലെ തന്നെ 2NaCl അങ്ങ് എടുത്ത് കളഞ്ഞേക്കുക. 2NaCl എടുത്ത് അങ്ങ് കളഞ്ഞേക്ക്. അപ്പോൾ ബൈ പ്രോഡക്റ്റ് 2NaCl ആണ്. അത് ഒഴിവാക്കിയാൽ ആ 2 റിങ് അങ്ങ് ജോയിൻ ആവും. യെസ്, പ്ലസ് 2NaCl. മക്കളെ, ഉണ്ടായ ഈ പ്രോഡക്റ്റിനെ വിളിക്കുക ബൈഫീനൈൽ. ദ റിയാക്ഷൻ ഇസ് കോൾഡ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 അരൈൽ പാർട്ട് ജോയിൻ ആയപ്പോൾ ഫിറ്റിക് റിയാക്ഷൻ, 2 ആൽക്കൈൽ പാർട്ട് ജോയിൻ ആയപ്പോൾ 2 ആൽക്കൈൽ പാർട്ട് ജോയിൻ ആയപ്പോൾ വുഡ്സ് റിയാക്ഷൻ, 2 അരൈൽ പാർട്ട് ജോയിൻ ആയപ്പോൾ ഫിറ്റിക് റിയാക്ഷൻ. ഒരു ആൽക്കൈൽ പാർട്ടും അരൈൽ പാർട്ടും ജോയിൻ ആവുന്നെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു മീഥൈൽ ക്ലോറൈഡ്, അതുപോലെ ഒരു അരൈൽ ഹാലൈഡ് എടുത്തു ക്ലോറോബെൻസീൻ, എന്നിട്ട് ഇവർക്കിടയിൽ നിന്ന് 2NaCl എടുത്ത് ഒഴിവാക്കിയാൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആരായിരിക്കണോ? അരൈൽ പാർട്ടിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ജോയിൻ ആവും. സോ ഇവിടെ മീഥൈൽ ബെൻസീനാണ്, ടൊളൂയിനാണ് പ്രോഡക്റ്റ് ഉണ്ടായത്, പ്ലസ് 2NaCl. റെഡിയാണല്ലോ? യെസ്, റിയാക്ഷൻ്റെ പേര് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എടാ മക്കളെ, ഇനി ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. SN1 SN2 റിയാക്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്. SN1 എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് മെക്കാനിസം ആണ്. SN1 സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം. SN1 റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് കാർബോക്കേറ്റയോൺ ആണ്. SN2 ദർ ഇസ് നോ ഇന്റർമീഡിയറ്റ്, റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഓൺലി. അതേസമയം റേറ്റ് ഓഫ് SN1 റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഓൺലി. അതേസമയം റേറ്റ് ഓഫ് SN2 reaction is directly proportional to concentration of alkyl halide and concentration of nucleophile. രണ്ടിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ഓർഡർ 1 ആണ്, മോളിക്കുലാരിറ്റി 1 ആണ്. ഓർഡർ 2 മോളിക്കുലാരിറ്റി 2. അതുപോലെ ഇൻ ദ കേസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് SN1 റിയാക്ഷൻ ലീഡ്സ് ടു റേസ്മൈസേഷൻ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് SN2 ലീഡ്സ് ടു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. മക്കളെ, സം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. CH3 CH2 CH2Cl. ഇയാളെ അക്വസ് KOHുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താ കിട്ടുക? അക്വസ് KOH എന്ന് പറയുമ്പോൾ അതിലുള്ള ന്യൂക്ലിയോഫൈൽ OH- ആണ്. ഉണ്ടാവുന്ന പ്രോഡക്റ്റ് CH3 CH2 CH2 Cl പകരം
OH വരും. OH മൈനസ് എന്ന ന്യൂക്ലിയോഫൈൽ Cl മൈനസിനെ റീപ്ലേസ് ചെയ്യുന്നു. അതേപോലെ KCN ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ KCN ആണ് സയനൈഡ് ഒരു ആംബിഡൻ ന്യൂക്ലിയോഫൈൽ ആണ്. ഉണ്ടാവുന്ന പ്രോഡക്റ്റ് CH3 CH2 CH2 Clന് പകരം ആര് വന്നു? Cn വന്നു. AgCN ആണെങ്കിലോ AgCN ആണെങ്കിൽ സയനൈഡ് അല്ല കിട്ടുക, അയസോസയനൈഡാ കിട്ടുക. CH3 CH3 CH2 NC എന്നാ കിട്ടുക. അതുപോലെ KNO2 ഉപയോഗിച്ചാലോ KNO2 ഉപയോഗിച്ചാൽ യെസ് ഇറ്റ് ഈസ് CH3 CH2 CH2 ONO CH3 CH2 CH2 ONO. എന്നാൽ ഇവിടെ എന്തായിട്ടാ AgNO2 ഉപയോഗിച്ചാലോ AgNO2 ഉപയോഗിച്ചാൽ CH3 CH2 CH2 NO2 ആണ് പ്രോഡക്റ്റ്. CH3 CH2 CH2 NO2. ഓക്കെ. അതുപോലെ LiAlH4 ഉപയോഗിച്ചാലോ മക്കളെ ഈ LiAlH4 പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ ആരാണെന്നറിയോ? LiAlH4 പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ H- ആണ്. അപ്പോൾ Cl- പകരം H- വരിക ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് CH3 CH2 CH3 CH3 CH2 CH3. അതായത് ഇതിലേക്ക് ഒരു H കൂടെ വന്നാൽ Cl- പകരം H- സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഈ എൻ്റെ CH3 ആവും പ്രൊപ്പെയിൻ ആയിട്ട് ടേൺ ചെയ്യും. ഓൾ ദീസ് ആർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അതിൽ KCN ആകുമ്പോൾ സയനൈഡും AgCN ആകുമ്പോൾ ഐസോസയനൈഡും ആണ്. അതുപോലെ KNO2 ആകുമ്പോൾ ONO ആണ്. അതേസമയം AgNO2 ആകുമ്പോൾ നൈട്രോ ആൽക്കൈലാണ് കിട്ടുന്നത്. റെഡി? അത് ആൽക്കൈൽ നൈട്രൈറ്റ് ആണ്. ONO CH3 CH2 CH2 ONO. Aryl halides are extremely less reactive towards nucleophilic substitution reactions. Why? ഇത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. 3 കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞേക്കണം. ഒന്ന്, കാർബൺ ഹാലജൻ ബോണ്ട് ഇൻ അരൈൽ ഹാലൈഡ് ആസ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഡ്യൂ ടു റെസൊണൻസ്. 2, അതിൻ്റെ കാർബോകാറ്റയോൺ അരൈൽ ഹാലൈഡിൽ നിന്ന് ഹാലജൻ പുറത്തേക്ക് പോയാൽ കിട്ടുന്ന ഫീനൽ കാറ്റയോൺ സ്റ്റെബിലൈസ്ഡ് അല്ല, റെസൊണൻസ് സ്റ്റെബിലിറ്റി ഒന്നും ഇതിനില്ല. സോ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൽ കാറ്റയോൺ, സ്ഥിരതയില്ലായ്മ. അതുപോലെ റിപ്പൾഷൻ ബിറ്റ്വീൻ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ റിംഗ്. കടന്നു വരുന്ന ന്യൂക്ലിയോഫൈലിനും ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ റിങ്ങിനും ഇടയിലുള്ള റിപ്പൾഷൻ ആണ് റിയാക്ടിവിറ്റി കുറഞ്ഞു പോകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്. വളരെ പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഈസ് 2-chloro-butane ഒപ്റ്റിക്കലി ആക്റ്റീവ്. അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക? ഇപ്പോൾ 2-chloro-butane ആരാ? 2-chloro-butane CH3 CHCl CH2 CH3. മക്കളൊരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അതിൽ അസിമെട്രിക് കാർബൺ ഉണ്ടാവണം. എന്താ അസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞാൽ? ഒരു കാർബൺ ചുറ്റുള്ള 4 വാലൻസിയിൽ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. ദാറ്റ് ഈസ് കോൾഡ് asymmetric carbon or chiral carbon. And if there is a chiral carbon, then the compound is optically active. So നിങ്ങൾ നോക്കുക, ഈ കാർബണിൻ്റെ മുകളിൽ രണ്ടാമത്തെ കാർബണിൻ്റെ മുകളിലുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാ? രണ്ടാമത്തെ കാർബണിൻ്റെ മുകളിൽ ക്ലോറിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, മീഥൈൽ ഉണ്ട്, ഈഥൈൽ ഉണ്ട്. 4 different groups. So this carbon is a chiral carbon, and due to presence of this chiral carbon or asymmetric carbon, 2-chloro-butane is optically active. റെഡിയാണ്? ആൻഡ് മക്കളെ ഡീഹൈഡ്രോഹാലോജനേഷനിലേക്ക് വന്നാൽ ഇപ്പോൾ CH3 CH2 CH2 Cl ആൽക്കോളിക് KOH ആയി ട്രീറ്റ് ചെയ്ത്, അക്വസ് KOH ആണെങ്കിൽ Cl-ന് പകരം OH കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൽക്കോളിക് KOH ആകുമ്പോൾ എലിമിനേഷൻ നടക്കുക. എന്താ എലിമിനേഷൻ? ക്ലോറിനിലെ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുക. തൊട്ടടുത്ത് അവൈലബിൾ ആയ കാർബൺ ബീറ്റ കാർബൺ. സംഭവിക്കാൻ പോകുന്ന കാര്യം, ആൽഫ കാർബണിൽ നിന്ന് Cl- പുറത്തേക്ക് പോകും, ബീറ്റ കാർബണിൽ നിന്ന് H+ പുറത്തേക്ക് പോകും. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും മൊത്തത്തിൽ ആരാ പുറത്തേക്ക് പോയത്? HCl പുറത്തേക്ക് പോയത്. അതുകൊണ്ട് ഡീഹൈഡ്രോഹാലോജനേഷൻ എന്ന് പറയുന്നത് ആൻഡ് ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഡെവലപ്പ് ആവും. സോ CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീൻ ആണ് പ്രൊഡക്റ്റ് ഉണ്ടായത്. റെഡിയാ? എന്നാൽ മക്കളെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നാൽ ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ഈ കാർബൺ, അതിന് ആൽഫ കാർബൺ എന്ന് വിളിക്കാം. തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള 2 ബീറ്റ കാർബൺസ് ഉണ്ട്. അപ്പോൾ ആൽഫ കാർബണിന് Cl- കളയാം. ബീറ്റ കാർബൺ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ എവിടുന്ന് ബീറ്റ കാർബൺ എലിമിനേറ്റ് ചെയ്താലാണ് മേജർ പ്രോഡക്റ്റ് കിട്ടുക? അത് ഡിസൈഡ് ചെയ്യുന്നത് സെയ്റ്റ്സഫ് റൂൾ ആണ്. ശ്രദ്ധിക്കുക മക്കളെ, ഇവിടുന്നാണ് H+ കളയുന്നതെങ്കിൽ അതാ ഇവിടെ അറ്റത്താണ് ഡബിൾ ബോണ്ട് വരിക. ഇവിടുന്നാണ് H+ കളയുന്നതെങ്കിൽ ഉള്ളിലാണ് ഡബിൾ ബോണ്ട് വരിക. ഇതിൽ ഏത് കേസിലുള്ള H+ കളയുമ്പോഴാണ് നമുക്ക് മേജർ പ്രോഡക്റ്റ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ എളുപ്പവഴി സാറ് പറയാം, അത്രേ ഉള്ളൂ. 2 ബീറ്റ കാർബൺസ് ഉണ്ടല്ലോ ഇവിടെ. ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഈ കാർബൺ ആണ്. തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള 2 ബീറ്റ കാർബൺസ് ഉണ്ട്. സോ ഒന്നിലധികം ബീറ്റ കാർബൺസ് വന്നാൽ then you eliminate hydrogen from that beta carbon having lesser number of hydrogen atom. അത്രേ ഉള്ളൂ. ഈ ബീറ്റ കാർബണിന്റെ മുകളിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, ഈ ബീറ്റ കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ ഏത് ബീറ്റ കാർബണിലാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടുന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഇത് പറഞ്ഞ റൂളാണ് സെയ്റ്റ്സഫ് റൂള്. സോ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താ? CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതിനെ മോർ ആൽക്കൈലേറ്റഡ് ആൽക്കീൻ എന്നും പറയാം.
മോർ ആൽക്കൈലേറ്റഡ് ആൽക്കീൻ ആണ് സെയ്റ്റ്സ് ഓഫ് റൂൾ പ്രകാരം മേജർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും മതി. സോ അക്കോർഡിംഗ് ടു സെയ്റ്റ്സ് ഓഫ് റൂൾ യു എലിമിനേറ്റ് ഹൈഡ്രജൻ ഫ്രം ദാറ്റ് ബീറ്റ കാർബൺ ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റം, or in other words more alkylated alkene is the major product. Okay, during dehydrohalogenation if there is a possibility of formation of more than one alkene, then major product is selected by either rule Seitz of rule. Seitz of rule പറയുന്നത് more alkylated alkene ആണ് major product എന്നുള്ളതാണ്. റെഡിയാ? Chloroform is stored in dark bottles and filled up to the neck in order to avoid air. വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റൻ ആയത്. ബിക്കോസ് chloroform is slowly oxidized by air in presence of light to an extremely poisonous gas or highly poisonous gas, ഫോസ്ജീൻ. റെഡിയാ മക്കളെ? സോ നമ്മൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രോബബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും മക്കളെ. സാൻമേർ റിയാക്ഷനും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. എന്താ സാൻമേർ റിയാക്ഷൻ പറയുന്നത്? ഡയാസോണിയം ക്ലോറൈഡ് ഉണ്ടല്ലോ, ഡയസോണിയം സോൾട്ട്, ഇതിനെ കുപ്രസ് ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ CuCl ബാർ HCl അല്ലെ CuBr ബാർ HBr, CuCl എന്ന് പറയുന്നതിന് പകരം Cu2Cl2 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. കുപ്രസ് ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ CuCl ബാർ HCl ആണെങ്കിൽ പ്രൊഡക്റ്റ് ആരാ? ക്ലോറോബെൻസീൻ ആണ്. CuBr ബാർ HBr ആണെങ്കിൽ ബ്രോമോബെൻസീൻ ആണ്. ആൻഡ് ദാറ്റ് റിയാക്ഷൻ ഇസ് കോൾഡ് സാൻമേർ റിയാക്ഷൻ. ആൻഡ് ഇഫ് കുപ്രസ് ഹാലൈഡ് ഇസ് റീപ്ലേസ്ഡ് ബൈ copper powder, then the reaction is called Gettermann's reaction. Thank you all.